വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫറിൽ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിൽ ഞാനും വീണു എന്നുള്ളതാണ്. അതായത് ഇത് കണ്ട ഭയങ്കര ഓഫറാണ്, കോംബോ ഓഫർ 999 എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാം. ഇതിൻ്റെ പവർ കാണിച്ചു തരുന്ന ഈ ഒരു സാധനം ട്രെൻഡിങ് ആണ്. ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ട്രെൻഡിങ് ആണ്. ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ കച്ചവടം നടത്തുന്നവന്മാർ ഒന്നാം തരം കള്ളന്മാരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു വലിയൊരു തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഓഫർ കൊടുത്തിട്ട് ഇത്രയും മോശമായ സാധനം വിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്രതികരിക്കാൻ രംഗത്ത് വന്നാലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പ്രൂവ് ചെയ്യണം ഇതിൽ സ്റ്റിക്ക് ചെയ്യും എന്നുള്ളത്. നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഇത്രയും വെയിറ്റ് താങ്ങാൻ പറ്റുന്ന സക്ഷൻ പവർ ഉള്ള ഒരു മാഗ്നറ്റിക് മൊബൈൽ ഹോൾഡർ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡിഗ്രിയിൽ വേണമെങ്കിലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ആംഗിളിൽ വെച്ചാൽ പോലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് ബ്രാൻഡഡ് വാങ്ങാൻ കാരണം എന്താണ്? ക്വാളിറ്റി. പിന്നെ ബാക്കി ഒന്നിലേക്ക് ചിന്തിക്കാത്ത കാര്യം എന്താണ്? അതിനൊരു സ്റ്റാൻഡേർഡ്, ഒരു ക്വാളിറ്റി ഉണ്ട്. ഇവിടെ നോക്കേണ്ട കാര്യമില്ല. തുച്ഛമായ പൈസയ്ക്ക് അടിപൊളി സംഭവം. പിന്നെ അതാ ഇത് കണ്ട ഒട്ടിയിരിക്കുന്നു. സത്യമാണ്, ഇതിലൊരു സംശയമില്ല. ഇതിനേക്കാളും വലിയൊരു പിന്നെ ഗ്ലാസ്സോ പിന്നെ അല്ലെങ്കിൽ ഒരു ടാബ് എടുത്ത് വെച്ചാലും ഈ സാധനത്തിൽ തന്നെ. പക്ഷേ നിങ്ങൾ ചെയ്യാനുള്ളതാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫോണിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതാ ഞാനത് ഇളക്കി പിന്നെ പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതുപോലെ. ഇനി വേറെ ഫോണിലൊക്കെ നമ്മൾ ഈ വയർലെസ് റീചാർജൊക്കെ ചെയ്യുന്ന ഫോണുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവം ഉണ്ടാവും. അപ്പം അതിൽ നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിലൊട്ടണം. അതാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിലൊട്ടണം. പിന്നെ അതിൽ ഒട്ടിച്ചാലും മതി. അപ്പം പിന്നെ അവിടെയാണ് ഇതിൻ്റെ ഒരു മികവത. ഇതുണ്ടോ? ഇതാ ഇത് കണ്ട. ഇത് ഞാൻ ഒന്നാമത് പറഞ്ഞു വരും. ഒന്നീ ഇതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമായിരിക്കാമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സ്റ്റിക്കറിൻ്റെ പ്രശ്നമാണ് ഒന്ന് വിചാരിക്കുക. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വരണത്. ഓക്കെ, ഇത് ഒരു പിന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്കറിയാം ഒരു മാഗ് എത്ര വെയിറ്റ് വരുമെന്നുള്ളത്. അനുഭവിച്ച പ്രശ്നം നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം. അതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ സാധനമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻബിൽറ്റാണ്. എല്ലാ വയർലെസ് ചാർജ് ചെയ്യുന്ന ഫോണുകളിലും ഇതുപോലെ പിന്നെ സംഭവം, പിന്നെ അതിൻ്റെ കവറിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ ഒരു സംഭവം വരും. അപ്പോൾ നമ്മൾ സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഇത് നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് സ്റ്റിക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഇതിനെന്ത് ഇതാ ഇത് സ്റ്റിക്ക് ആവുന്നുണ്ടേ. ഇത് ഇതാ സ്റ്റിക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതിപ്പോൾ തെന്നി മാറുകയാണിത്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ. ഇതാ തെന്നി മാറുകയാണ്. ഇതിരിക്കുന്നില്ല സംഭവം. ഇതാ കറക്റ്റ് വെച്ചിട്ട് ഇതാ ഇതാണ് അവസ്ഥ. ഇതാണ്. ഇനി കറക്റ്റ് ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും വെച്ചിട്ട്. ഇത് നമ്മൾ വണ്ടിയിലൊക്കെ വയ്ക്കാം, അങ്ങനെ വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇതാ ഒരു ഗട്ടർ ചാടുമ്പോഴേക്കും, ഇത് ഫോണാണെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ഗട്ടർ ചാടുമ്പോഴേക്കും അത്രയ്ക്ക് ക്വാളിറ്റി കുറഞ്ഞ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇത് പരസ്യം ചെയ്ത്. ഉറപ്പായിട്ടും പലരും മേടിച്ച് ഇത് കുപ്പത്തൊട്ടിയിലും വേസ്റ്റ് ബോക്സിലും വേസ്റ്റ് ബിന്നിലും അതുപോലെ തന്നെ ഡ്രോയറിൻ്റെ പല മൂലയ്ക്കും കിടക്കുന്ന അവസ്ഥയാണ്. അവരൊന്നും പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രതികരിക്കുന്നില്ല. ഇത് ചൂഷണം ചെയ്തുകൊണ്ട് മാന്യത അവരുടെ അവസരമാക്കിക്കൊണ്ട് ഇന്ന് ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നുണ്ട്. ഇതാരും വാങ്ങരുത്. ഇത് അവർക്ക് നേരെയുള്ള പ്രതിഷേധമാവട്ടെ. ഇതാരും വാങ്ങും. നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ഇതിൻ്റേതായ കമ്പനി ഉണ്ടാകും, ക്വാളിറ്റിയുള്ള. ഏതാണെന്ന് പറഞ്ഞുതരാൻ ഞാനിതിൽ ഫൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതെന്തായാലും നിങ്ങൾ വാങ്ങി കൊടുക്കേണ്ടത്. നിങ്ങൾ ആവശ്യം നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.